എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. നെറ്റ്ഫ്ലിക്സിന്റെ ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സിന്റെ സീസൺ 4 റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ തൊട്ട് 4th സീസൺ വരെയുള്ള ഈ ഒരു വോള്യൂംസിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് എപ്പിസോഡ്സാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ടുള്ള സമയം കുറവാണെങ്കിൽ കാണാൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സീരീസാണിത്. കാരണം ഇതിൻ്റെയൊക്കെ എപ്പിസോഡ്സിൻ്റെ ടൈമിങ് വളരെ ചെറുതാണ്. ഒരു 27 മിനിറ്റ്സ് ഒക്കെയാണ് മാക്സിമം ടൈമിങ് വരുന്നത്. നമ്മളെല്ലാവരും ഇവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയാൽ നമ്മളെ വിസിറ്റ് ചെയ്യാൻ ആരായിരിക്കും അല്ലേ വരിക? അങ്ങനെ വരുന്ന 3 റോബോട്ടുകളുടെ കഥയാണ് 3 റോബോട്ട്സ്. അവരിവിടെ വന്ന് നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിതത്തിനെ നേവിഗേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സ്റ്റഡി. അവർ 3 പേർക്കും വളരെ പെക്യുലറായ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഭൂമിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാനും ആരാണ് ഇപ്പോൾ ഭൂമി ഭരിക്കുന്നത്, ഇവിടുന്ന് ഒരാൾ പോയില്ലേ, അയാളുടെ ഒക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ, ഈ ഒരു എപ്പിസോഡ് ഇതിന് കണ്ടിരിക്കാൻ നല്ല ഇഷ്ടമുള്ളൊരു എപ്പിസോഡാണ്. നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് കാണുമ്പോൾ അനിമേറ്റഡ് സ്റ്റൈലുള്ളതാണെങ്കിലും ഒരുപാട് ന്യൂഡിറ്റി ഈ ഒരു സീരീസിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ വ്യൂവേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഇസ് റെക്കമെൻഡഡ്. ഒരു പെൺകുട്ടി ഒരു മർഡർ കാണുന്നു. പക്ഷേ ആ മർഡർ ചെയ്യുന്ന ആൾ അവളെയും കണ്ടിട്ടുണ്ട്. അതോടെ ആൾക്കാകെ ടെൻഷൻ ആവണം. പിന്നീട് അൺട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ദ വിറ്റ്നസ് എന്നുള്ള സ്റ്റോറിയിൽ നമ്മൾ കാണുന്നത്. ആ കുട്ടി എങ്ങനെ അത് റിപ്പോർട്ട് ചെയ്യുമോ, ആ കുട്ടിയുടെ പ്രൊഫഷൻ എല്ലാം ഇതിൽ ഇൻ്റർലിങ്ക്ഡ് ആയിട്ട് കാണുന്നു. പക്ഷേ ആരാണ് കൊല്ലപ്പെടുന്നത്, ആരെയാണ് കൊല്ലുന്നത് എന്നുള്ള ഒരു ടൈം ലൂപ്പിലാണ് അവർ എന്നുള്ളത് പതുക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. വളരെ കിടിലായിട്ടുള്ളൊരു അനിമേഷൻ സ്റ്റൈലാണ് ദ വിറ്റ്നസിൻ്റെ. അതാണ് ആ സ്റ്റോറിനേക്കാളും എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട ഒരു എലമെൻ്റ് ഇതിൽ. അതിൻ്റെ ഒരു സ്റ്റൈല്, ദ വേ ദ ഹോൾ തിങ് ഈസ് ട്രീറ്റഡ്. ഒരു ക്രയോ സ്ലീപ്പ് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേൽക്കുന്നു. പക്ഷേ അയാൾ എഴുന്നേറ്റപ്പോഴാണ് അയാൾ തിരിച്ചറിയുന്നത് അയാൾ എത്തിപ്പെടേണ്ട സ്ഥലത്തിന് പകരം ഒരുപാട് മാറി വേറെ എവിടെയോ ആണ് എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയുന്ന ഒരാളെ അത്രയും ദൂരത്താണെങ്കിലും നമുക്ക് കണ്ടാൽ നമുക്കൊരു മനസ്സമാധാനമാണല്ലേ. ഈ മനസ്സമാധാനം എങ്ങനെ പതുക്കെ ഒരു നൈറ്റ് മെയർ ആയി മാറുന്നു എന്നുള്ളതാണ് ബിയോണ്ട് ദ അക്കില റിഫ്റ്റിന്റെ കഥ. അവസാനത്തെ ആ നൈറ്റ് മെയർ എന്താണ് അവരുടെ റിയാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ്, ആ ഒരു ട്വിസ്റ്റ് കിടിലാണ്. ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. മോൺസ്റ്ററിൻ്റെ ഉള്ളിൽ ന്യൂറാലിങ്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റഡ് മോൺസ്റ്റേഴ്സിൻ്റെ ഉള്ളിലേക്ക് സ്വന്തം ഹെഡ് കണക്ട് ചെയ്ത് പോരാടുന്ന ഒരു അറീന. അതിൽ പോരാടുന്ന സോണി എന്ന പെൺകുട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കും സോണി കിടിലാണ്, സോണിയുടെ പാസ്റ്റിലുണ്ടായ ട്രോമ കാരണമാണ് സോണി ഇത്രയധികം കിടിലായിട്ട് പോരാടുന്നത്. പക്ഷേ സോണിയുടെ ഏറ്റവും വലിയ വെപ്പൺ സോണിക്കുള്ള പേടിയാണെന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൻ്റെ ഫൈനൽ റിവീൽ. സോണീസ് എഡ്ജ് എന്ന് പേരിട്ടുള്ള ഈ കഥ നമുക്ക് ഒരു ചെറിയ സമയത്തിൽ തന്നെ ഒരുപാട് വാല്യൂ തരുന്നൊരു കഥയാണെന്ന് എനിക്ക് തോന്നി. ചെറിയ സമയത്തിൽ തന്നെ ആ ഒരു മോൺസ്റ്റേഴ്സിൻ്റെ ഫൈറ്റും സോണി എന്നുള്ള ആളുടെ ഇമോഷനിലുള്ള ടേമോയിലോ അല്ലെങ്കിൽ ആളുടെ ഫ്രണ്ട്സ് ആൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്നതോ ഒക്കെ കണ്ടിരിക്കാനും ഫൈനലിൽ ക്ലൈമാക്സിൽ വരുന്ന ഒരു ട്വിസ്റ്റും ചേർന്നിട്ട് ഒരു അടിപൊളി സ്റ്റോറിയാണ്. പലർക്കും പണ്ടൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അമരത്വം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണെന്ന്. മരിക്കാത്ത ഒരാളെ എല്ലാവരും വേട്ടയാടുന്ന കഥയാണ് സ്നോ ഇൻ ദ ഡെസേർട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഹണ്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ആള് ഇവനെ സേവ് ചെയ്യാണ്. പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതവും ആ പെൺകുട്ടിയുടെ മിസ്റ്ററിയും ഒക്കെ അൺട്രാവൽ ചെയ്യുന്നൊരു കഥയാണ് സ്നോ ഇൻ ദ ഡെസേർട്ട്. ഒരു സയൻസ് ഫിക്ഷൻ, ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡിൽ ജീവിതം കാണിക്കുന്നു എന്നതിലുപരി ഒരുപാട് ജീവിക്കുമ്പോഴുണ്ടാവുന്ന ലോൺലിനെസ്സോ അല്ലെങ്കിൽ ആരെങ്കിലും വേണമെന്നുള്ള തോന്നലുകളെയോ എല്ലാം കൂടെ അഡ്രസ്സ് ചെയ്യുന്നൊരു കഥയാണ് സ്നോ ഇൻ ദ ഡെസേർട്ട്. ഫ്യൂച്ചറിലുള്ള ഒരു ലോകത്ത് എല്ലാവർക്കും എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ പറ്റും. അവരൊരിക്കലും മരിക്കുന്നില്ല. അവർ റീജുവനേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കും അവരുടെ യൂത്ത്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താ? ഇനി നമുക്ക് ഭാവി തലമുറകളുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളവരും ഭാവി തലമുറ എല്ലാവരും കൂടി വന്നാൽ സസ്റ്റൈനബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു സിസ്റ്റത്തിന്. അപ്പോൾ ഭാവി തലമുറ പാടില്ല. അങ്ങനെ ഒരു ലോകം, ഭാവി തലമുറയെ വളരെ മോശമായിട്ട് കണക്കാക്കുന്ന ഒരു ലോകം, അങ്ങനെ ഒരു ലോകത്തിൽ ജീവിക്കുന്ന ആ ലോകത്തിൻ്റെ മൊറാലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പോലീസുകാരൻ്റെ കഥയാണ് പോപ്പ് സ്ക്വാഡ്. അയാൾക്കും അയാളുടെ സ്ക്വാഡ് മെമ്പറിനും അവസാനം എന്ത് സംഭവിക്കുന്നു, അയാൾക്ക് അവസാനം എന്ത് റിയലൈസേഷൻ ഉണ്ടാകുന്നു എന്നുള്ള വളരെ ഡിസ്റ്റോപ്പിയനായ ഒരു ഫ്യൂച്ചർ കാണിക്കുന്ന ഒരു എപ്പിസോഡും കൂടിയാണ് പോപ്പ് സ്ക്വാഡ്. ഒരു പക്ഷേ കഥയേക്കാൾ കവിത പോലെ തോന്നുന്നൊരു എപ്പിസോഡാണ് ദ പൾസ് ഓഫ് ദ മെഷീൻ എന്നുള്ളത്. 2 ആസ്ട്രോനട്സ് ലോ എന്ന പേരുള്ള പുതിയൊരു ഗ്രഹത്തിലെത്തിപ്പെടുന്നു. അതിലൊരാൾ മരിച്ചു പോകുന്നു. മറ്റേ ആസ്ട്രോനട്ടിനെ എവിടെയോ അവരുടെ ശബ്ദം കേൾക്കാം. ആരോ അവരോട് സംസാരിക്കുന്നു. ആ ഗ്രഹമാണോ അവരോട് സംസാരിക്കുന്നത്? ആരാണ് ഇവരോട് സംസാരിക്കുന്നത്? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്.
അതിൻ്റെ എൻഡിൽ ഒരു ബിറ്റർ സ്വീറ്റ് എന്നാൽ പോയറ്റിക്കായ ഒരു എൻഡിങ്ങും കൂടിയുള്ള എൻ്റെ ഫേവറിറ്റസ്റ്റ് എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു എപ്പിസോഡാണ് ദ വെരി പൾസ് ഓഫ് ദ മെഷീൻ എന്നുള്ള ഇത്. ഒരു പക്ഷേ ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സ് എന്നുള്ള ഹോൾ വോള്യത്തിൽ ഏറ്റവും സോൾഫുള്ളായ വർക്കായിട്ട് നമുക്കിത് തോന്നാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുകൂടാതെ ചാനൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒരു പറ്റം യോദ്ധാക്കൾ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്നു. അവർ പിന്നീട് കേൾക്കുന്നത് ഒരു സൈറൻ്റെ സൗണ്ടാണ്. എല്ലാവരെയും ആ സൈറൻ്റെ സൗണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും കാത് കേൾക്കാത്തൊരു യോദ്ധാവിന് അത് വലിയ പ്രശ്നമായിരുന്നില്ല. ജിബാരോ എന്ന് പേരിട്ടിട്ടുള്ള ഈ എപ്പിസോഡ് വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആണ്. ഒരു പക്ഷേ ഏറ്റവും കിടിലം ആയിട്ട് ഭയങ്കര വിഷ്വൽ എക്സ്പീരിയൻസ് ആണെന്ന് തോന്നുന്ന ഒരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ അത് ജിബാറോയാണ്. സൈറനായിട്ട് അഭിനയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൈറനായിട്ട് അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ആക്ച്വൽ ഡാൻസർ കൊണ്ടുവന്ന് അവരുടെ പെർഫോമൻസ് എടുത്തതിന് ശേഷമാണ് അവരെ സൈറനായിട്ട് അഭിനയിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്ന ഒരു എപ്പിസോഡും കൂടിയാണ് ജിബാറോ. മനുഷ്യൻ്റെ ആർത്തി, ലവ്, ഡെത്ത് എല്ലാം ഇതിൽ റോബോട്ട്സ് ഒഴികെ ഈ ഒരു സീരീസിൽ പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പറയുന്ന ഒരു എപ്പിസോഡും കൂടിയാണ് ജിബാറോ. മനുഷ്യരാണോ മോശം, മൃഗങ്ങളാണോ, അതോ നമ്മൾ മോൺസ്റ്റേഴ്സ് എന്ന് കരുതുന്ന പല എൻറ്റിറ്റികളുമാണോ മോശം? ബാഡ് ട്രാവലിംഗ് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കഥയാണ്. ഒരു കൂട്ടം ആൾക്കാർ ഒരു കപ്പലിൽ പോകുന്നു. കപ്പലിൻ്റെ താഴത്തെ ഡെക്കിൽ അവരറിയാണ്ട് ഒരു അപകടം പതിഞ്ഞിരിപ്പുണ്ട്. ആ അപകടത്തിനെ അവരെങ്ങനെ ടാക്കിൾ ചെയ്യുന്നെന്നും അവർ പരസ്പരം എത്രത്തോളം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമോ, അതോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പണി കൊടുക്കുമോ, എങ്ങനെ ആ മോൺസ്റ്ററിനെ അവർ കരയ്ക്കെത്താതെ അവിടെ തന്നെ തീർക്കാൻ ശ്രമിക്കുമോ, അതോ അവർ കരയിലുള്ളവരെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണോ എന്നിങ്ങനെ പല പല ചോദ്യങ്ങൾ. ഒരു പക്ഷേ ഈ ഒരു ലവ് ഡെത്ത് ആൻഡ് റോബോട്ട് സീരീസിൽ തന്നെ ബെസ്റ്റ് എപ്പിസോഡായിട്ട് തന്നെ എല്ലാവരും പറയുന്നൊരു എപ്പിസോഡും കൂടിയാണ് ബാഡ് ട്രാവലിംഗ്. ഇതിൽ റോബോട്ട്സ് ഒന്നും ഇല്ലെങ്കിലും ഡെത്തും ഹ്യൂമൻ സൈക്കി എന്തുമാത്രം മെസ്ഡപ്പ് ആണ് എന്നുള്ളതും വളരെ നന്നായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒരു സെമിത്തേരിയിലാണ് കഥ നടക്കുന്നത്. ആ സെമിത്തേരിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും അവസാനം സോംബികളാണ് ഉയർന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ടൊരു ഡോമിനോ ഇഫക്റ്റാണ്. കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു. ദ വാക്കിംഗ് ഡെഡിൽ മേ ബി ഗ്ലെൻ റിക്കിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെയായിരുന്നതിന് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നി. ആരും സർവൈവ് ചെയ്യുന്നൊരു ചാൻസോ ഒരു കാര്യങ്ങളോ നമുക്ക് കാണുന്നില്ല. ദ നൈറ്റ് ഓഫ് ദ മിനി ഡെഡ് എന്നുള്ളത് സോംബി അപ്പക്കാലിപ്സിനെ ഒരു ഇത്ര സമയം കൊണ്ട് കാണിച്ചാൽ എങ്ങനെയിരിക്കും, പക്ഷെ വളരെ എഫക്റ്റീവായിട്ട്. അതാണ് ഈ ഒരു എപ്പിസോഡ്. ഓൾമോസ്റ്റ് ഫണ്ണിയാണ് സഫറിങ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ തീർന്നു പോകുന്നൊരു എപ്പിസോഡായിട്ട് നിങ്ങൾക്കൊരു ഫ്ലീറ്റിംഗ് മൊമെൻറ്റിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന, എന്നാൽ ആ ഒരു ഹോൾ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഇല്ലാണ്ടായാലും ലാർജർ സ്കെയിലിൽ ഈ ലോകത്ത് ഒന്നും മാറാൻ പോകുന്നില്ല എന്നും കാണിക്കുന്ന ഒരു എപ്പിസോഡാണിത്. ഒരു ഏലിയൻ ഇൻവേഷൻ ഇതുപോലെയുള്ള ഒരു വിധപ്പെട്ട സയൻസ് ഫിക്ഷൻ ഡീൽ ചെയ്യുന്ന എല്ലാവരും കാണിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ക്ലോസ് എൻകൗണ്ടേഴ്സ് വിത്ത് ദ മിനി കൈൻഡ് എന്ന പേരുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സോംബി അപ്പോക്കാലിപ്സ് പോലെയാണ്. പീസ്ഫുള്ളായിട്ട് കുറേ പേര് വരുന്നു, പക്ഷെ നമുക്ക് ഒരാളെയും പീസ്ഫുള്ളായിട്ട് വിടാനുള്ള താല്പര്യമുള്ള കൂട്ടക്കാരല്ല നമ്മളാരും. അതുകൊണ്ട് തന്നെ പിന്നെ അതെങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നു, പാവം ഏലിയൻസും യുദ്ധം ചെയ്യുന്നു, മനുഷ്യന്മാരെയും യുദ്ധം ചെയ്യുന്നു, ആകെ വിഷയമാകുന്നു. ഇതെല്ലാം കൂടി ചറപറ എന്ന് പറഞ്ഞവർ അങ്ങോട്ട് കാണിച്ചു തീർക്കുകയും ചെയ്യും. അവസാനം ഇതെല്ലാം ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഇവൻ്റായിട്ട് അൺഇവൻറ്റ്ഫുള്ളായിട്ട് ഇൻ ദ ലാർജർ സ്കീം ഓഫ് തിങ്സ് കഴിഞ്ഞു പോകുന്നു എന്ന് കാണിക്കുന്ന നമ്മുടെ സോംബി ഇത് പറഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു ഫസ്റ്റ് കസിനായിട്ട് വരുന്നൊരു എപ്പിസോഡാണ് ക്ലോസ് എൻകൗണ്ടേഴ്സ് വിത്ത് ദ മിനി കൈൻഡ് എന്ന് പറയുന്നത്. പൂച്ചകളെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡാണ് ദ അതർ ലാർജ് തിങ്. എനിക്ക് തോന്നുന്നു പക്ഷേ ഒരു ഡോഗ് പേഴ്സൺ ആണ് ആ എപ്പിസോഡ് എഴുതിയത് എന്നുള്ളത്. പൂച്ചകളെ അവരുടെ കംപ്ലീറ്റ് ഈവിൾ ജീനിയസിൽ എത്രത്തോളം അവരെ ബൗണ്ടറീസ് പുഷ് ചെയ്യാൻ പറ്റും എന്ന് സാഞ്ചസ് എന്നുള്ള പൂച്ച കാണിച്ചു കൂട്ടുന്ന ഒരു വേൾഡ് ഡോമിനേഷൻ ഒരു പൂച്ചകളെ ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് 3 റോബോട്ട്സിൻ്റെ മേ ബി പ്രീക്വലായിരിക്കും ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ കാണിക്കുന്ന ഒരു എപ്പിസോഡാണിത്. ഫോർ ഫൺ ഇത് കണ്ടിരിക്കാം. ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു എപ്പിസോഡൊന്നുമല്ല, പക്ഷേ ഇറ്റ് ഈസ് ഫൺ ടു വാച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ലവ് ഡെത്ത് ആൻഡ് റോബോട്ട്സിൽ ഇഷ്ടപ്പെട്ട എപ്പിസോഡുകൾ. നിങ്ങളുടെ ഫേവറേറ്റ്സ് ഏതൊക്കെയാണെന്ന് താഴെ കമൻറ്റിൽ പറയുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ.